എന്റെ ഡൗട്ട് മുതലാളിയാണ്. പക്ഷെ മുതലാളി വിചാരിച്ച് ഞാനൊരു ഹിന്ദിക്കാരാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നം നടന്നില്ലാണെങ്കിൽ പോലീസിനെ വെറുതെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുമോ? ഇല്ല. ഈ കേസ് നമ്മുടെ പുറത്ത് വരുമ്പോൾ പോലീസിനും പനി വരും. അത് ഇൻഷാല്ല വരും. കാരണം രാത്രി അനിയൻ പോലീസ് അവിടെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായി. പക്ഷെ ഈ ഒരു സംശയമുള്ളത്, ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി ഉപജീവനമാകാൻ നയിക്കുന്ന 2 പേർ, ആലം ആൻഡ് അനാറുൽ. ആലം കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി. സ്വന്തം അനുജന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആലത്തിന് എന്താണ് പറ്റിയെന്നറിയാൻ അനാറുൽ കുറച്ച് നാളുകളായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാറുൽ, എന്താണ് ഇപ്പോൾ പോലീസിൽ നിന്നും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും അറിയാൻ സാധിച്ചത്? കോടതിയിൽ ഇതുവരെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഈ കേസ് നമ്മൾ കൊടുത്തിട്ട് ഏകദേശം 6 മാസം തുടമായി ആവായി. അത് കഴിഞ്ഞ നമ്മുടെ ഇതുവരെ ഒരു ഇൻഫർമേഷൻ വന്നില്ല. പക്ഷെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു, റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുന്ന ഇഞ്ചുറി കേസാണെന്ന് പറഞ്ഞത്. ഇഞ്ചുറി ഡെഡ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്, അതായത് താങ്കൾ അനാറുലിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഒരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നും ആ ഇഞ്ചുറി കാരണമാണ് മരണം സംഭവിച്ചതും. അതിനുശേഷമാണ് ഈ ട്രാക്കിലേക്ക്, അതായത് ഈ പറയുന്ന ട്രെയിൻ വന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സമയത്ത് മരണം, ഈ ട്രെയിൻ ഓൾറെഡി അവിടുന്ന് പാസ് ഔട്ട് ആയി പോയതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ ഏതോ ട്രെയിനാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പേ മരണം സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് പറയുന്നത്, അല്ലേ? അതെ. കാരണം ഞാൻ ഫോൺ വിളിച്ച ടൈമിൽ അത് 2 മണി വരെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അനിയൻ ആ ടൈമിൽ ജീവിച്ച ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ സംസാരിക്കായിരുന്നു. കാരണം രാത്രി 10 മണി തൊട്ട് 2 മണി വരെ എൻ്റെ കൂടെ സംസാരിച്ചു. പിന്നെ എന്താ 2 മണിക്കൂർ എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റൂലേ? അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണക്ട് ആക്കി വെച്ചായിരുന്നു. പക്ഷെ അയാളുടെ ഫോണ് പിന്നെ മറുപടി ഇല്ലാതായി 2 മണിക്ക് അങ്ങനെ ആയത്. അപ്പൊ ഞാൻ എന്താ പറയണ, അപ്പൊ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി പിടിക്കാൻ പറ്റൂല, എന്തോ ഒരു അപകടമായിട്ടുണ്ടല്ലേ. അപ്പൊ ഞാൻ ആ ഒരു ഐഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 2 മണി വരെ സംസാരിക്കുമ്പോൾ ആലം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അത് മൊത്തം എന്നോട് പറഞ്ഞിട്ടുണ്ടായി. കുറെ ഞാൻ വീഡിയോന്റെ ഉള്ളിലെ കുറെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര സംഭവങ്ങൾ ആയി ശേഷം ഇതുവരെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിന് കിട്ടാത്ത അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ പറയുന്ന ഒരു സംഭവം നടന്നിട്ട് 3 മാസത്തിന് മേലായി, കൂടുതലായി. 3 മാസമല്ല, 6 മാസമാകുന്നു. അപ്പം ആ സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഈ ഹോട്ടൽ ഉടമ പറയുന്നത് അവിടെ നിന്ന് 5-ാം തീയതിയോ 5-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി കൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. 6-ാം തീയതി അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ 10-ാം തീയതി 11-ാം തീയതി പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോഴാണ് മരിച്ചതെന്ന് അറിയുന്നതെന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞ. ആ സമയത്ത് വന്ന മാധ്യമങ്ങളിൽ വന്നിരുന്നത് അങ്ങനെ ആയിരുന്നല്ലോ. ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. 30-ാം തീയതി ജോലിക്ക് കയറിയത്, 1-ാം തീയതി സ്റ്റാർട്ട് 1, 2, 6 ദിവസം അവിടെ ഉണ്ടായല്ലോ. 6-ാം തീയതിയാണ് ഈ പ്രശ്നങ്ങളാവുന്നത്. പക്ഷെ ആ ഹോട്ടലുടമ പറയുന്നത് 30-ാം തീയതി വന്ന് ബാഗ് വെച്ചിട്ട് പോയി, പിന്നെ 2-ാം തീയതി വന്ന് ജോയിൻ ചെയ്യട്ടെ ചോദിച്ചു. അപ്പം ഇവർ സെറ്റ് അല്ലാത്തത് 4-ാം തീയതിയാണ് തുടങ്ങിയതെന്നാണ് ആ കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ എൻ്റെ അനിയൻ അങ്ങനെ പറഞ്ഞില്ല. 30-ാം തീയതി പോയി, അന്ന് കട തുറന്നില്ല, പിറ്റേ ദിവസം കട തുറന്നു. 1-ാം തീയതി മുതൽ പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പണിക്കാരൻ എങ്ങനെ ഇറങ്ങി പോണത്? ഒരു പണിക്കാരന്റെ ബാഗ് റൂമിലില്ലേ? അപ്പൊ പണിക്കാരൻ പോയോ? ഇല്ല. പണിക്കാരന്റെ ആധാർ കാർഡും എല്ലാ ഡീറ്റെയിൽസും വെടിച്ചു വെച്ച് ആ ഒരു പണിക്കാരൻ എങ്ങനെ പോയി? അയാൾ പറഞ്ഞു, എൻ്റെ അനിയൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ആണെങ്കിൽ ജോലി മാത്രം ചെയ്യാൻ പറ്റൂല. അതിനുശേഷം അനിയൻ പറഞ്ഞു, എൻ്റെ ബാഗും ആധാർ കാർഡും എല്ലാം ഞാൻ പോവാന്ന്. അത് ഒന്നും തേറാതെ അവര് അടിച്ച് അവിടുന്ന് പുറത്താക്കി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോ, അടിച്ചു എന്ന് പറഞ്ഞപ്പോ പോലീസ് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിയിട്ട് ഒരു റെസിപ്റ്റ് കൊണ്ടുപോവാ, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് രാവിലെ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, നീ വീണ്ടും ഹോട്ടലിന്റെ അടുത്ത് പോയിക്കോ. കാരണം മുതലാളിമാര് ചിലപ്പോൾ കസ്റ്റമറിന്റെ അടിയിൽ നല്ല ചൂടായിരിക്കും. ഇപ്പൊ ചൂട് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. അവിടെ പോയി വീണ്ടും ബാഗ് ചോദിക്കുമ്പോൾ ബാഗ് തരാതെ അവനെ ദേഷ്യം പിടിപ്പിച്ച് അവിടുന്ന് പുറത്താക്കി. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, നീ 100 നമ്പർ ഇമർജൻസി പോലീസിനെ വിളിച്ചോ. നീ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഒന്നും കിട്ടിയില്ലല്ലോ രാവിലെ. അപ്പൊ നിനക്ക് എങ്ങനെയായാലും ഇന്ന് ബാഗ് കിട്ടണം. ബാഗ് കിട്ടിയാൽ നീ എൻ്റെ അടുത്ത് പോരെ.
അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഇല്ലാത്ത ഒരു ഡ്രസ് ഇല്ലാത്ത എനിക്ക് എന്തായാലും പറ്റി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി, ആധാർ കാർഡ് ഇതൊക്കെ വേണമല്ലോ. എന്തായാലും പുറത്ത് രാത്രി ഒക്കെ നടക്കുമ്പോൾ പോലീസ് പിടിച്ചാൽ പണിയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ പുറത്ത് വരാൻ പറ്റൂല, നീ ഒരു കാര്യം ചെയ്ത് വാങ്ങിയിട്ട് വാ, നീ വീണ്ടും വിളിക്ക്. പോലീസിനെ വിളിച്ചു, പോലീസ് ഇങ്ങോട്ട് വന്ന്, പോലീസ് ഹോട്ടലുമായി വന്നിട്ട് എല്ലാം എനിക്ക് എന്തൊക്കെ ചെയ്ത് നമുക്കറിയില്ല. അനിയൻ പറഞ്ഞു എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല, ഇറങ്ങിപ്പോയി. ഒരു പ്രശ്നം നടന്നില്ല അല്ലെങ്കിൽ പോലീസിനെ വെറുതെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുമോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഞാൻ പോലീസ് വെറുതെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഒരു എന്തായാലും പ്രശ്നമായി കഴിഞ്ഞ ശേഷമാണ് എത്ര പ്രശ്നമാവുന്നത്. ഇപ്പൊ പോലീസ് വിചാരിക്കുന്നത്, എന്റെ ഡൗട്ട് ഈ കേസ് നമ്മുടെ പുറത്ത് വരുമ്പോൾ പോലീസിനും പനി വരും, അത് ഇൻഷാല്ല വരും. ഞാൻ പോലീസിനും അന്നുള്ള പോലീസിനും ഞാൻ വിടില്ല. എന്തിന് ഒരു സാധാരണ ആൾക്കാർ ഇന്നും ഹിന്ദിക്കാരായതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്? ഇല്ല, ചിലപ്പോൾ മലയാളി എങ്ങനെ ആവും? അന്ന് രാത്രി 10 മണിക്ക് പോകുമ്പോൾ ഒരു പോലീസ് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു പനിക്കാരനെ എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഈ പനിക്കാരന് ഒരു മലയാളിൻ്റെ കൂടെ എങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഇല്ല. പക്ഷേ ഈ ആകെ പ്രശ്നമായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ പോലീസിനോട് എങ്ങനെ പറഞ്ഞു? ഇതുവരെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ പോലീസിൻ്റെ ഭാഗത്തിന് ഇതുവരെ നമുക്ക് ഒരു മറുപടി കിട്ടിയില്ല. ആ കിട്ടാത്ത കാരണം എൻ്റെ ഡൗട്ട് എന്താ ചോദിച്ചാൽ, പോലീസ് വിചാരിക്കണേ ഈ കേസ് പുറത്ത് വന്നാലേ നമുക്ക് പണി വരും. കാരണം രാത്രി അനിയൻ പോലീസ് അവിടെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായി, ഒരു മറുപടി കിട്ടിയില്ല. പിന്നെ വന്ന് പോലീസ് 100 നമ്പർ വിളിച്ചു. അപ്പൊ അവിടെ ഒന്നും ആയില്ല. ഇതിന് ശേഷമാണ് ബോഡി കിട്ടുന്ന ആ പുല്ലിൻ്റെ. പക്ഷെ ഈ ഒരു സംശയമുള്ളത്, ഇത് കൊച്ചുവേളി ഭാഗത്തു നിന്നാണ്? ഇല്ല, കൊച്ചുവേളി ഭാഗത്തു നിന്നില്ല. അൽസൻ ജംഗ്ഷൻ പേട്ടന്റെ അവിടെ നിന്ന് അൽസൻ ജംഗ്ഷന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഞാൻ നടന്നു പോയി നോക്കുമ്പോൾ അടുത്താണ്. അധികം ഒന്നുമില്ല, ഒരു 1/2 കിലോമീറ്റർ. പക്ഷെ ഈ പറയുന്ന റെസ്റ്റോറന്റ് വരുന്നത് ഇല്ല. ഇത് എന്താ ചോദിച്ചാൽ എങ്ങനെ ഒരു ജംഗ്ഷനാണ്, എയർപോർട്ടിന്റെ ഇങ്ങോട്ട് വന്ന് ഇത് ജംഗ്ഷൻ, ഇവിടുന്ന് പള്ളി, അവിടെയാണ് വരുന്നത് ഈ റെസ്റ്റോറന്റ്. അപ്പൊ ഞാൻ അവരെ കൂടെ സംസാരിക്കുമ്പോ ഇനി എന്താ പറയാന്ന്, അവർക്ക് ഒരു മനുഷ്യന്മാരിന്റെ കൂടെ സംസാരിക്കുന്ന ഒരു രീതി അറിയില്ല. ഇപ്പൊ ഈ രണ്ടാമതും ഈ പറയുന്ന വക്കീലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ വക്കീൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയാൻ പറ്റില്ല, കാരണം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ? അത് എന്താണ് ഈ വക്കീല് കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഈ കേസ് പോലീസിനെതിരെയുള്ള കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ? അത് നമുക്കറിയില്ല. ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഈ മരണത്തോടനുബന്ധിച്ച് അനാറുള്ള എവിടെയെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യും. ഇനി നമ്മളുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഇതുവരെ ആ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ പോലും പോലീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല? ഇല്ല, ഇതുവരെ തന്നിട്ടില്ല. അപ്പം ഈ പറയുന്ന ഫസ്റ്റ് നമ്മൾ കൊടുത്ത മൂവ് അത് അവര് വിശ്വാസാക്കിയിട്ടില്ല. പിന്നെ നമ്മളെ മുനിസിപ്പാലിറ്റി എന്താ പറയുക, കോഴിക്കോട് നമ്മൾ പോയിട്ട് BJP കൊടുത്ത് പറയാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മൂവിന് വിളിച്ചപ്പോൾ പോലീസ് ഇന്നാലും പറയായിരുന്നു നിന്റെ അനിയൻ ട്രെയിൻ ആക്സിഡൻ്റ് ആയി മരിച്ച്. അപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞ ശേഷം പോലീസ് അങ്ങനെ പറയുമ്പോൾ ഇല്ല. ഇപ്പം അനാറിൽ ഇപ്പോൾ കേരളത്തിൽ വന്ന് കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അനിയൻ വന്നിട്ടും 7 വർഷത്തോളമായി, അനാറിൽ ഒരു 10 വർഷത്തോളമായിട്ട് കേരളത്തിൽ ജോലി 14 വർഷമായിട്ട്. ഞാൻ നോക്കുമ്പോൾ അനിയൻ അന്ന് പോകുന്ന സ്ഥലത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള സ്ഥലം അന്നുള്ള പ്രശ്നങ്ങൾ പേട്ടയില്ല, ഇവിടെ പാള ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. എങ്ങനെ എനിക്ക് ജോലി പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പോന്നു. ബസ് സ്റ്റാൻഡിന് നമ്മളിവിടെ എത്ര പേര് എത്തി, എറണാകുളം വിറ്ററായി. എന്നിട്ട് ആ മുതലാളി നമ്മളെ വിളിച്ച് കൊണ്ടുപോയി പണി തരാന്ന് പറഞ്ഞിട്ട് മാനേജർ കച്ചറാണ്, മാനേജർ എപ്പോഴും അടിക്കും വരും കള്ള കുടിച്ചിട്ട്. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുറെ ഹോട്ടലിൽ അങ്ങനെ മുതലാളിമാരും ഉണ്ട്, പനിക്കാരൻ്റെ കൂടെ ടോർച്ചർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു രീതി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആ പനിക്കാർ പോയാണെങ്കിൽ ഞാൻ വരാം, മാനേജർ പോയാണെങ്കിൽ ഞാൻ ജോലിക്ക് വരാം. ആ ഒരു പ്രശ്നം അന്ന് ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു എൻ്റെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു. നമ്മൾ ജോലിക്ക് പോയ ശേഷം വീണ്ടും അവിടെ പോയി നോക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞ് വിട്ടു എന്ന് പറഞ്ഞിട്ട് നീ വാ ജോലി ചെയ്തോ, എനിക്കൊരു കുഴപ്പം വരില്ല. അങ്ങനെയാണ് ഒരു പനിക്കാരനെ വിളിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ
അവിടെ ആൾക്കാരായിട്ട് നല്ല ഫീറ്റായിട്ട് നിൽക്കുന്ന നമ്മളെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിക്കോ. കാരണം നമുക്കറിയാം എങ്ങനെ സംസാരിക്കണം. അപ്പം നമ്മൾ പോലീസായിട്ട് സംസാരിച്ചു, സാറിന് എങ്ങനെ ഒരു പ്രശ്നമാണ്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂല ഈ ഒരു മറുപടി ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവാ, ഇവിടുന്ന് സൈൻ ചെയ്ത് കൊണ്ടുപോകണം. ഹോട്ടൽ ഫുഡ് പാർട്ടി റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ജോജോ മുതലാളിൻ്റെ പേര്. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് റോഡിൽ നിന്ന് ഇറങ്ങുന്നില്ല, നമ്മൾ ഇറങ്ങിന് വരെ അവിടെ 10-15 പേര് നിൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതെന്താ ഗുണ്ടാവാണോ, നമ്മളെ ഒരു സാധാരണ പണിക്കാരൻ്റെ കൂടെ അങ്ങനെ ബാക്കിൽ ചോരി നിൽക്കുമ്പോൾ ഇത് അവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. ഇല്ല. അപ്പോൾ നമ്മൾ ഒരു യൂബർ ബുക്ക് ചെയ്തു. അവിടുന്ന് പാലാന്ന് എറണാകുളം യൂബർ ബുക്ക് ചെയ്തു, ഏകദേശം 3000. അവിടുന്ന് യൂബർ ബുക്ക് ചെയ്തിട്ട് എന്നിട്ട് യൂബറിലിരുന്ന് അവിടെ വണ്ടി നിർത്തിട്ട് നമ്മൾ ഇടിക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ ഡ്രൈവറിനെ പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തേണ്ട, കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ട്, ഇവിടെ വണ്ടി നിർത്തിയാൽ ചിലപ്പോൾ പ്രശ്നമാവും, നമ്മൾ നിങ്ങളുടെ പാസഞ്ചറില്ലേ, അപ്പം നമ്മളുടെ ഭാഗം നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടതാ. എന്നാലും ബാക്കിൽ അവർ വന്ന് അങ്ങനത്തെ ഉള്ള കുറച്ച് മുതലാളിമാരുണ്ട്. അത് മലയാളി പണിക്കാരൻ്റെ ഉള്ളിലും അത്ര പ്രശ്നങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഹിന്ദിക്കാരന് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ഇപ്പം മലയാളികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇങ്ങനെ വാർത്ത അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന ആൾക്കാരെ മർദ്ദിക്കുന്നു എന്ന സംഭവം തിരിച്ചും വരുന്നില്ലേ? അപ്പം അത് ഉള്ളത് കൊണ്ടല്ല ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ട് സൈഡിലും നമുക്ക് നോക്കേണ്ടി വരും. അതെ, പോട്ടെ. ഇപ്പൊ ഞാൻ പറയാം, കുറെ പേര് മദ്യം കുടിക്കാറുണ്ട്. അത് മലയാളീസും ഉണ്ട്, എല്ലാവരും ബംഗാളീസും ഉണ്ട്, എല്ലാ നാട്ടുകാരുണ്ട്. പക്ഷെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ കൺട്രോൾ ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് എത്ര കുടിച്ചാൽ എനിക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റൂല. അപ്പോൾ എങ്കിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് അടിപിടിയാവും. ഇപ്പോൾ ആലമിന്റെ കേസിൽ അടുത്തത് എന്താണ്? ഇപ്പൊ അതാണ് ഈ ഒരു പ്രശ്നം. ഞാൻ അത്ര പ്രശ്നങ്ങളായി ശേഷം ആണ് മുതലാളിന് ഒരു വോയിസ് വിട്ടിട്ടുണ്ടായി. കാരണം എത്ര കാര്യങ്ങൾ അറിയാലോ, ഒരു മുതലാളിന് പെട്ടെന്ന് എങ്ങനെ റെസ്പോൺസ് വരാൻ നമുക്കറിയാം. പറഞ്ഞ് ഞാൻ ഒരു വോയിസ് വിട്ടതിന് ശേഷം ഈ ഒരു അവഗമനം ഉണ്ടാക്കി. എൻ്റെ ഡൗട്ട് മുതലാളിയാണ്. മുതലാളി ഇല്ലാതെ വേറെ ആർക്കും പിടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ ഒരു ആളെ ജോലി ചെയ്യണത് നിങ്ങളുടെ കൂടെ ഇല്ല പരിചയപ്പെട്ടാവുള്ളൂ അല്ലേ? അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരും അടിക്കാൻ ഇല്ല. അപ്പോൾ ആ ടൈമിൽ മുതലാളി എന്നോട് ചീത്തവും പറഞ്ഞു, മുതലാളി വിളിച്ചും ചെയ്തു. ഇതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അനിയൻ്റെ മറുപടി ഇല്ലാതായി. അത് എൻ്റെ അനിയൻ മാത്രമില്ല, ഇത് മലയാളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ശരിക്കും കാണാൻ പറ്റാത്ത ഒരു എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ബുദ്ധി സെയിമില്ല. പക്ഷെ മുതലാളി വിചാരിച്ച് ഞാനൊരു ഹിന്ദിക്കാരാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പോലീസ് എന്നോട് പറഞ്ഞ് നീ ഒരു ആസാംകാരനാണ്, നിന്റെ കേസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കേസ് നിങ്ങളുടെ നാട്ടിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസുകാരന് ഒരു കഥ പറയുന്നുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം കേരളത്തിന് അസമിലായിട്ടുണ്ടോ? ആയിട്ടില്ല. കുറച്ച് ദിവസം മുമ്പായ ഒരു പ്രശ്നത്തിൽ അത് ആരായന് അമീറുൽ ഇസ്ലാം എന്തോന്ന് അവന് പിടിച്ചു കൊടുന്ന് അതിനുള്ള ആസാം സർക്കാർ ആസാം ഗവൺമെൻറ് ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലേ, പോലീസ് അന്വേഷിച്ച് കൊടുത്തില്ലേ. ഇതേപോലെ ഒരു കേരള ഇവർ വിചാരിക്കുന്ന ഒരു അനിയന് പോയി, പക്ഷെ ഇവർക്ക് അറിയില്ല കേരള ഓൾ പണിക്കാരന് ഇപ്പോൾ അരിഞ്ഞു ഏകദേശം എൻ്റെ അനിയൻ മാത്രമില്ലായിരുന്നു. അത് ഇതിപ്പോൾ കേരളത്തിലെ ഉള്ള മലയാളികൾക്കും അനിയനായി ഇപ്പോൾ. അപ്പോൾ ഈ ഒരു കേസിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അനാറുകളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ അനാറുലിനെ വിളിക്കുകയും ഇൻ്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു അല്ലേ? അപ്പം ഇനിയിപ്പം ഈ മന്ത്രിമാരുടെ അടുത്തോ അല്ലെങ്കിൽ MLA-മാരുടെ അടുത്തോ ഇങ്ങനെ ഒരു പരാതിയായിട്ട് കൊണ്ടുവരില്ലാണ്ട് അവരോട് അങ്ങനെ ഒരു പരാതി സബ്മിറ്റ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു രീതി കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഇത് ശരിക്കും അങ്ങനെ ചെയ്തില്ലാണെങ്കിൽ പിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ ഒരു പാവമാണ്, നല്ല അങ്ങനെ ഒരു ക്രിമിനൽ എങ്ങനെയാവുന്നത് ഒരു സത്യം രീതി കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഒറ്റ ഒരു പാവം, ഇപ്പം ഞാൻ 5-6 കുട്ടികളിൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു അനിയൻ്റെ വേദനയായിട്ടും എത്ര പ്രശ്നങ്ങളായിട്ടും ഞാൻ ഒറ്റയ്ക്ക് എത്ര പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ ഏകദേശം റെസ്പെക്റ്റ് എന്തായാലും കൊടുക്കണം. പക്ഷെ ഇതുവരെ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? എന്താണ് ഈ പറയുന്ന മന്ത്രിമാരുടെ അടുത്തോ അല്ലെങ്കിൽ MLA-മാരോട് പറയാനുള്ള എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എല്ലാ MLA മന്ത്രി കേരള സർക്കാരിനും പറയാനുള്ളത് ഈ ഒരു മറുപടി നമ്മൾ സത്യരീതി പുറത്തു വരണം. കാരണം ഇതുവരെ
6 മാസത്തോളമായി നമ്മൾ നോക്കി. ഇനി നമുക്ക് അത് ശരിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടിയാണെന്ന് ഇതുവരെ നോക്കാൻ ഞാൻ ഒറ്റയ്ക്ക് എത്ര നോക്കും? ഏകദേശം 5 വർഷം 6 വർഷം ഇവർക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതുപോലെ എന്നിട്ട് ഈ കേസിനെ പറ്റി എത്ര വേഗം ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കേസ് നമ്മളെ സത്യം രീതി എന്താണ് പുറത്ത് ഇറങ്ങിക്കൊണ്ടുവരണം. ഇതിനെ പോലീസിനും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ മിനിസ്റ്ററും മന്ത്രിമാരും കേരള സർക്കാരും എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത് ഒരിക്കലും നമ്മൾ പറയാനില്ല നിങ്ങൾ മലയാളി നമ്മൾ ബംഗാളി അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാനില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്, കേരളത്തിൽ ഒരു ഫേമസ് വിളിയുണ്ട്. ബായിനെ പറഞ്ഞപ്പോൾ മലയാളി ഒരു ഇഷ്ടമാണ് എനിക്ക്, അതും ഒരു ഫേമസാണ്. നമ്മളുടെ ഏത് നോക്കുമ്പോൾ അത് വയസ്സായുള്ള ആൾക്കാരായാലും ഇതായാലും നോക്കുമ്പോൾ ബായ് വിളിക്കുമ്പോൾ അതൊരു സ്നേഹത്തിലുള്ള വിളിയാണ്. പിന്നെ ചിരിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹത്തോടുമായി നമ്മളെ എത്ര വർഷങ്ങൾ നിർത്തി ജീവിച്ച് കേരളത്തിൽ. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ കൂടെ പറ്റും ഞാൻ വിചാരിച്ചില്ല. എല്ലാം ശരിയാവും. എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു അനാറുള്ള ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നീതി അനാറുള്ള കിട്ടണം. അപ്പോൾ ഈ 2-3 ദിവസമായിട്ട് നമ്മുടെ ഈ റിപ്പോർട്ട് വന്ന് നമ്മുടെ അഡ്വക്കേറ്റർ പറഞ്ഞത് വീഡിയോയിൽ. അപ്പോൾ അത് എല്ലാവരും ഇനി വീഡിയോ ഉണ്ടാക്കുക. ഇത് നമ്മൾ ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കേസ് സത്യം രീതി പുറത്ത് വരണം.